സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് റിതി പട്ടേൽ. ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് റിതി പട്ടേൽ വാർത്തകളിൽ ഇടം നേടുന്നത് എന്നത് ഏറ്റവും കൗതുകകരമായൊരു കാര്യമാണ്. റിതിയുടെ മാതാപിതാക്കൾ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ കുടിയേറിയവരാണ്. അതുകൊണ്ട് റിതി അമേരിക്കൻ സിറ്റിസൺ ആണ്. ഫലസ്തീനു വേണ്ടി ശബ്ദം ഉയർത്തുന്ന യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ടിൽ അംഗവുമാണ്. ഇനി പ്രശ്നം എന്താണെന്ന് നോക്കാം. സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾ ഫലസ്തീനെ അനുകൂലിക്കുന്നു. ജർമ്മനി പോലുള്ള കുറേ രാജ്യങ്ങൾ ഇസ്രായേലിനെ അനുകൂലിക്കുന്നു. ഭീകരപ്രവർത്തനത്തെ നഖശിഖാന്തം എതിർക്കുന്നതുകൊണ്ട് തന്നെ അതിനെതിരെ ശബ്ദമുയർത്തിയെങ്കിലും ഇന്ത്യ ഈ പ്രശ്നത്തിൽ ന്യൂട്രലായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. നമ്മുടേതുപോലെ ന്യൂട്രലായി അനേകം രാജ്യങ്ങൾ നിലകൊള്ളുന്നുണ്ട്. എന്നാൽ അമേരിക്ക ഇസ്രായേലിനെയാണ് അനുകൂലിക്കുന്നതെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞതാണ്. അതുപോലെ ഇസ്രായേലിനെ അനുകൂലിക്കണോ വേണ്ടയോ എന്ന് അമേരിക്കയുടെ സിറ്റി കൗൺസിലിൽ തുറന്ന ചർച്ചയും നടക്കുന്നുണ്ട്. അങ്ങനൊരു സിറ്റി കൗൺസിലിൽ നടന്ന ചർച്ചയുടെ പേരിലാണ് റിതി പ്രതിപട്ടികയിൽ വരുന്നത്. അമേരിക്കയുടെ പട്ടണങ്ങളിലെ ലെജിസ്ലേറ്റീവ് ബോഡീസാണ് ഈ സിറ്റി കൗൺസിൽ. ഇവിടെ ഇവർ ലോകത്തെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും തുറന്ന് ചർച്ച ചെയ്യുന്നു. 2020 ഇന്ത്യയുടെ പൗരത്വ നിയമത്തിനെതിരെ അമേരിക്കയിലെ പല സിറ്റി കൗൺസിലുകളും റെസൊല്യൂഷൻ പാസാക്കിയെന്ന വാർത്ത വന്നിരുന്നു. മറ്റ് രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾക്കും ഇവർ റെസൊല്യൂഷൻ പാസാക്കുന്നൊരു രീതിയുണ്ട്. അമേരിക്കയുടെ വിചാരം ലോകത്ത് എന്ത് പ്രശ്നമുണ്ടായാലും അതിന്മേൽ റെസൊല്യൂഷൻ പാസാക്കാൻ കഴിയുന്ന മേൽക്കോയ്മയുള്ള രാജ്യമാണ് തങ്ങളുടേതെന്നാണ്. ഇവരുടെ മീഡിയയും സ്ട്രോങ് ആയതുകൊണ്ട് ഏതെങ്കിലും സിറ്റി കൗൺസിലിൽ ഒരു റെസൊല്യൂഷൻ പാസാക്കിയാൽ അവർ അതിനെ ആഗോള വാർത്തയാക്കും. കാലിഫോർണിയയിൽ ബേക്കേഴ്സ്ഫീൽഡ് എന്നൊരു പട്ടണമുണ്ട്. അവിടെ ഒരു സിറ്റി കൗൺസിലുണ്ട്. ഈ സിറ്റി കൗൺസിലിൽ ഇസ്രായേലിനെതിരെ റെസൊല്യൂഷൻ പാസാക്കണമെന്ന് ഇവിടുത്തെ ലെഫ്റ്റ് വിംഗ് സംഘടന ആവശ്യപ്പെടുന്നു. ഇത് സംബന്ധിച്ച ഡിബേറ്റ് നടന്നപ്പോൾ ഇതിൽ സംസാരിച്ച ഒരാൾ ഇന്ത്യൻ അമേരിക്കനായ റിതി പട്ടേലാണ്. റിതിക്ക് അവസരം കിട്ടിയപ്പോൾ ഗാസ അനുകൂലമായി സംസാരിക്കുക മാത്രമല്ല, പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്ന മേയർ ഉൾപ്പെടെ ബാക്കി പ്രതിനിധികൾക്കെതിരെ വധഭീഷണി കൂടി മുഴക്കുകയും ചെയ്തു. ഇസ്രായേലിനെ തള്ളിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ കൊല്ലുമെന്ന റിതിയുടെ അതിരുകടന്ന പ്രഖ്യാപനം പാരയാവുകയായിരുന്നു. രണ്ടാമതും ഈ കൗൺസിലിൽ സംസാരിക്കാനുള്ള അവസരം റിതിക്ക് ലഭിച്ചിരുന്നു. റിതി പറഞ്ഞത്, നിങ്ങൾ ഫലസ്തീനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, നിങ്ങൾക്കൊരു ഹൃദയവുമില്ല, പിന്നെ ദേഷ്യത്തിൽ ഞാൻ നിങ്ങളെയെല്ലാം കൊല്ലും എന്നുകൂടി പറഞ്ഞു നിർത്തുന്നു. ഇതുമാത്രമല്ല, ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്യാത്ത കൗൺസിൽ അംഗങ്ങളെ ആരെങ്കിലും ഗിയർട്ടിൻ കൊണ്ടുവന്ന് കൊല്ലണമെന്നും പറഞ്ഞു വെച്ചു. ഫ്രഞ്ച് വിപ്ലവകാലത്ത് സമൂഹത്തിലെ ഉന്നതരെ കൊല്ലാനായി കൊണ്ടുവന്ന ഉപകരണമാണ് ഈ ഗിയർട്ടിൻ. ഇത് വച്ച് കഴുത്ത് വെട്ടിമാറ്റാനാകും. ഇതൊരു കൊലവിളിയായി കൗൺസിൽ അംഗങ്ങൾ വിലയിരുത്തുകയും റിതിക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. താനീ പറയുന്നത് ഒരു ഭീഷണിയാണെന്നോ അതിൻ്റെ പേരിൽ തനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നോ യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് റിതി പട്ടേലിന് തനിക്ക് നേരെ ഉണ്ടായ കുറ്റാരോപണങ്ങളുടെ ഗൗരവം ബോധ്യപ്പെട്ടത്. ഫൈനായി 8,20,00,000 അടയ്ക്കാനായി ആവശ്യപ്പെട്ടത്. പബ്ലിക് ഒഫീഷ്യലിനെ പൊതുസഭയിൽ പരസ്യമായി ഭീഷണിപ്പെടുത്തിയതാണ് കേസ്. ഇന്ത്യൻ അമേരിക്കൻ ഫലസ്തീനികൾക്ക് വേണ്ടി അതിക്രമ ഭീഷണി മുഴക്കി എന്ന വാർത്തയാണ് എല്ലായിടത്തും പരന്നത്. അതോടെ ഇന്ത്യൻ അമേരിക്കക്കാർ ആന്റി ഇസ്രായേൽ ആയോ എന്ന ചോദ്യവും അവിടുത്തെ മാധ്യമങ്ങളിൽ ഉയർന്നു വരാൻ തുടങ്ങി. പക്ഷെ ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് എത്രയും പെട്ടെന്ന് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന നിലപാടിലാണ് നിലകൊള്ളുന്നത്. അമേരിക്കയിലുള്ള ഹിന്ദു അമേരിക്ക ഫൗണ്ടേഷനും ഇതിനെക്കുറിച്ച് തങ്ങളുടെ നിലപാട് ബോധ്യപ്പെടുത്തേണ്ടി വന്നു. അവർ റിതിയുടെ നിലപാടുകളെയും ഭീഷണിയെയും തള്ളിക്കളയുകയും അത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ അവിടെയുള്ള ഇന്ത്യൻ അമേരിക്കൻ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിൽ അസോസിയേഷന്റെ നിലപാട് അറിയിക്കേണ്ട അവസ്ഥയിലും എത്തിയിരിക്കുകയാണ്.